ഹലോ, വെൽക്കം ടു ഷിഹാമൂൺ ടാക്കീസ്. ഇന്ന് ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ ഈ പാളയത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. സാധാരണ ഞങ്ങൾ ലുലു നെസ്റ്റോ എന്നാണ് വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ഡയറക്റ്റ് പോയി വാങ്ങിച്ചു. അജ്മാലിൽ തന്നെ ഞങ്ങൾ ഹോമിന് നിയർ ആയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നങ്ങനെ കോൺ ഡിന്നറാക്കാമെന്ന് കരുതി. അങ്ങനെ കോൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കിന്ന് നന്നായിട്ട് പീൽ ചെയ്യണം. അതിനുശേഷം നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററാണ്. എന്നിട്ട് നമ്മൾ ഓരോ കോൺ അതിനകത്തുനിന്ന് അടർത്തിയെടുക്കണം. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇതൊരു 2 or 3 മിനിറ്റ്സ് എങ്ങാണ്ടും ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടർത്താൻ പറ്റും. ഇത് ഇങ്ങനെ അല്ലാതെ നമ്മൾ റോ ആയിട്ട് അടർത്തുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് ഓരോന്നോരോന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളത് ഐഡിയ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നൈഫ് വെച്ച് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അതിന് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. ഒരു അണിയൻ, പിന്നെ ഒരു ടൊമാറ്റോ വേണ്ട, ഹാഫ് ടൊമാറ്റോ മതി. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ നമുക്കിത് കുറച്ച് വെള്ളം അതുപോലെ ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു കോണിന് ഞങ്ങളെടുത്തത് ഒരു 10 മിനിറ്റ്സാണ് ഞങ്ങൾ ബോയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, അതായത് അണിയനും ടൊമാറ്റോയും നമ്മൾ സ്മോളായിട്ട് ചോപ്പ് ചെയ്യുക. എത്രത്തോളം സ്മോളാക്കാൻ പറ്റുമോ അത്രത്തോളം സ്മോളാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല, റോ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത്രയും സ്മോളായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് ഞങ്ങൾ കട്ട് ചെയ്തു. ഇനി ഇത് ബോയിലായിട്ട് വരണം. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ബോയിലായിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളതിനെ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഡ്രെയിൻ ഓഫ് ചെയ്തു. ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലാസ് ഇടാം. ഞാനിവിടെ മുളക് പൊടിയും ചാറ്റ് മസാലയാണ് ഇട്ടത്. നമുക്കൊരു ചാറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാറ്റ് ആഡ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ സോൾട്ടിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇത് ഡിന്നർ ഒരു 2 ആൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഈ കോൺ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഫില്ലാവും. അതുകൊണ്ട് ഒരു കോണൊക്കെ നമുക്കൊരു ഡിന്നറായിട്ട് തന്നെ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഞങ്ങൾ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൻ്റെ അടുത്ത് പോയി വെള്ളം ഫില്ല് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഡിന്നർ കഴിച്ചു. പിന്നെ ഒരു ലൈം ജ്യൂസും കുടിച്ചായിരുന്നു, അതെടുക്കാൻ മറന്നുപോയി. ഓക്കെ, താങ്ക് യു, ബൈ.